ഹായ്, വെൽക്കം ടു പ്രസാദ് കിച്ചൺ. ഇന്ന് നമ്മളൊരു മീൻ തലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ മീൻ ആദ്യം നമുക്ക് കഴുകി വെട്ടി വൃത്തിയായിട്ട് എടുക്കാം. നമ്മള് 3 കിലോ ഉള്ള ഒരു സാൽമൺ ഫിഷിന്റെ ബോക്സ് ആണ് മേടിച്ചേക്കണേ. നോക്കാം, ഇത് കോൾസിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കിട്ടുന്നതാ. 3 കിലോ ചില്ലറയുള്ള ഒരു മീനിന്റെ ബോക്സ്. നമ്മളുള്ള സ്ഥലത്ത് നമുക്ക് ഫ്രഷ് മീൻ അധികം കിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഫ്രഷ് മീൻ വരും. അന്നേരം നമുക്ക് അവിടെ നിന്ന് തല മേടിക്കാൻ കിട്ടും. ഇപ്പം നമ്മളിങ്ങനെ തല മേടിച്ചതാണ്. ഇതാണ് ഒരു ബോക്സ്. ഐസ് പാക്ക് ഉണ്ട് ഇതിനകത്ത്. അവിടുത്തെ സാൽമണിൻ്റെ തല. ഇതിപ്പോൾ 1, 2, 6 ഉണ്ട്. നമുക്ക് മീൻ തല വെട്ടി നമുക്ക് ഇച്ചിരി ഒരു അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെയുള്ള കഷ്ണങ്ങളുണ്ട്. നമുക്ക് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അത്യാവശ്യം ഒരുവിധം വലിപ്പമുള്ള മീൻ തലയാണ്. ഒരുവിധം ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് വെട്ടി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം. ഞാനും അത്ര മീൻ തല വെട്ടാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല. പിന്നെ ഇതിന് ഇച്ചിരി വഴുക്കലും ഉണ്ട്. അപ്പം നമ്മൾ വെട്ടുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വെട്ടണം, നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ. സാധാരണ ചെറുതായിട്ട് ചെറുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയും. നമ്മൾ ഒരു മീനിന്റെ തല വെട്ടിയതാണ്. 2, 4, 6 കഷ്ണം നമുക്ക് കിട്ടി. ഇതിന് ഈ തല എല്ലാത്തിൻ്റെയും തല ഒരു തല വെട്ടി ഇത്രയുണ്ട്. തീരെ മോശമല്ല. നമുക്കിനി ബാക്കിയെല്ലാം വെട്ടിയെടുക്കാം. നമ്മുടെ സാൽമണിന്റെ തല വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3 കിലോയോളം ഉണ്ടായിരുന്ന തല വെട്ടി എടുത്തപ്പോഴത്തേക്കും 2 കിലോ കിട്ടിയിട്ടുണ്ട്. അതിന് നന്നായിട്ട് കഴുകി ഒരു അരിപ്പ പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നു. നമുക്ക് മീൻകറി വെക്കാനായിട്ട് അത്യാവശ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മീൻകറിക്ക് ഞാൻ കടുക് പൊട്ടിക്കാറില്ല, ഉലുവയാണ് സാധാരണ എണ്ണയിൽ പൊട്ടിക്കുന്നത്. അപ്പോൾ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒരു ഫുള്ളി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൊടപ്പുളി, വെളിച്ചെണ്ണ, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ നാട്ടിൽ നിന്ന് 2 മുളക് കൂടി മിക്സ് ചെയ്ത് പൊടിച്ചുകൊണ്ടിരുന്ന പൊടി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് തീർന്നത് കൊണ്ട് ഇത് 2 കൂടി ഞാൻ എടുത്തേക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഒരു തക്കാളി, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾ ഈ എടുത്ത കൊടപ്പുളിനെ ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും 4 പച്ചമുളകും ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിച്ച് വെക്കുമ്പോൾ ആ പുളി നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതുകൊണ്ട് ഞാൻ നേരത്തെ അതിനെ ജസ്റ്റ് മീൻ വെട്ടാൻ പോയപ്പോൾ തിളപ്പിച്ച് വെച്ചതാട്ടോ. അത് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എങ്ങനെയാ അടുപ്പത്തോട്ട് പോയാലോ? നമ്മൾ ആദ്യമേ ഈ തക്കാളിയും ഒരു ഇച്ചിരി പേരിനൊരു തുള്ളി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളി സാധാരണ പേസ്റ്റ് കിട്ടും. ഇവിടെ പേസ്റ്റ് ഇടുന്നവർ പേസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ പേസ്റ്റ് ഇടാറില്ല. അതുകൊണ്ട് ഞാനൊരു തക്കാളി അരച്ചെടുക്കും. അത് കറി ഇച്ചിരി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ. നാട്ടിലൊന്നും എനിക്ക് തോന്നാൻ അമ്മച്ചിമാരൊന്നും ഇത് ചേർക്കാറില്ല. അത് അരയ്ക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. നമുക്കിനി കടുക് പൊട്ടിച്ചാലോ? വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി കൊണ്ട് ചൂടായിരിക്കുക. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചട്ടി ഓൺ ചെയ്ത് വെച്ചായിരുന്നു. ചട്ടി ചൂടായിരിപ്പുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഉലുവ ഇട്ടു. നമ്മുടെ ഉലുവ അത്യാവശ്യം ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയെ ഞാൻ കടുക് ഉറക്കുന്നതിൻ്റെ കൂടെ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു തുള്ളി നമ്മൾ അതിൽ നിന്ന് അരച്ചു. ഇപ്പം 3 പാർട്ടായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഉപയോഗിച്ച് തിളപ്പിച്ചതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. തക്കാളി അരയ്ക്കുന്നതിൻ്റെ അത് ഞാനൊരു ഇച്ചിരി ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി. ബാക്കി നമ്മളിത് ഇപ്പം അടുപ്പത്തോട്ട് ഇട്ടു. തീ നന്നായിട്ട് സിമ്മിൽ വെച്ചേക്കണം. നമ്മുടെ സാധനങ്ങൾ കരിഞ്ഞു പോകാണ്ട്. അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ഇട്ടു. നമ്മുടെ കറിവേപ്പില ഇടുമ്പോൾ കറിവേപ്പില ഇപ്പോൾ കഴുകിയിട്ട് ഇട്ടത് കൊണ്ട് എണ്ണയുടെ ചൂട് ഇച്ചിരി കുറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഭയങ്കര ചൂടാൻ തോന്നുന്നു. ഞാൻ സാധാരണ എന്ത് ചെയ്യും, മുളക് പൊടി ഒന്നെങ്കിൽ വെള്ളത്തിൽ ഇച്ചിരി ഒന്ന് കലക്കിയിട്ടിടും, അല്ലെങ്കിൽ നമ്മൾ ആ എണ്ണയിലോട്ട് ഞാനൊരു തുള്ളി വെള്ളം ഒഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഞാൻ ഈ പൊടിക്കകത്തോട്ട് ചേർത്തിട്ട് ഇടാം. അതായിരിക്കും എളുപ്പം. അപ്പം നമ്മുടെ പൊടിയെ ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്തു.
മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടു കേട്ടോ. സ്പൂൺ ഞാൻ അറിയാതെ ഇതിനകത്തൊന്നും ഇപ്പൊ നമ്മുടെ പൊടിയൊക്കെ ഈ പൊടി ചെറുതായിട്ട് കളർ മാറി വരുമ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ തക്കാളി അരച്ചില്ലേ അത് അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പൊ കരിഞ്ഞു പോകാതിരിക്കും. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നുണ്ട്. നമ്മുടെ മുളക് ഓൾറെഡി കളർ മാറി വന്നു. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ തക്കാളി അരച്ചത് ഒഴിക്കുവാണേ. തക്കാളി പേസ്റ്റ് ഉപയോഗിക്കുന്നവര് തക്കാളി പേസ്റ്റ് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. തക്കാളി കൂടെ ചേർന്ന് അധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് ഞാൻ ഇട്ടേക്കണേ കേട്ടോ. നമ്മൾ നന്നായിട്ട് കുടപ്പുളി എടുത്തേക്കണം. കാരണം നമ്മുടെ മീൻകറി എപ്പോഴും നന്നാവുന്നത് 2 സാധനങ്ങളെ അപേക്ഷിച്ചായിരിക്കും. ഒന്ന് നല്ല കുടപ്പുളി, 2 നല്ല മുളക് പൊടി. ഈ 2 സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ മീൻകറി നന്നാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ കുടപ്പുളി ഇട്ട് മീൻകറി വെക്കുമ്പോൾ ചീത്ത പുളിയാണെങ്കിൽ ആ മീൻകറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ പല സ്ഥലത്തുനിന്നും മേടിക്കുന്ന പുളികള് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പുളി കാണത്തില്ല, മൂക്കാത്ത പുളിയായിരിക്കും. എനിക്ക് വർഷങ്ങളായിട്ട് പുളി കൊണ്ടുതരുന്നത് രാജിയാണേ. രാജിക്ക് ഈ സമയത്ത് ഒരു നന്ദി. ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ കാശ് കൊടുത്ത് പുളി മേടിച്ചിട്ടില്ല. പുളികളെല്ലാം തീരാറായി. നമ്മളിനി നാട്ടിൽ എപ്പോഴാണ് പോണേ അന്നേരം നമുക്കിനി നല്ല പുളിയൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ മസാല ഓൾറെഡി ഒരു നന്നായിട്ട് കളർ മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണ മീൻ വെള്ളം ഞാൻ ഒഴിക്കുക. ഞാൻ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് പുളിയല്ല, ഇഞ്ചി ഇടക്ക് ഒഴിക്കുവാണേ. നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കുമ്പോഴും വെള്ളം ചേർക്കുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർക്കണം. ഒരിക്കലും നിങ്ങൾ ആരും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അതെപ്പോഴും പ്രത്യേകം ഓർക്കണം. അന്നേരം പിന്നെയും സമയം എടുക്കും. നമ്മുടെ മസാലയുടെ ഒക്കെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ പോകും. അതുകൊണ്ട് മീൻകറിയോ ഇറച്ചിക്കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കാം. നമ്മൾ ഇവിടെ കെറ്റിൽ ഉപയോഗിക്കുന്ന കാരണം എപ്പോഴും വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരിക്കും. അപ്പൊ ഇതില് ഇച്ചിരി വെള്ളം, ഈ വെള്ളം പോരാ, കുറച്ചുകൂടെ വെള്ളം വേണം. നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ മീനിന്റെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇട്ടേക്കാം. നമ്മുടെ മീനിന്റെ മസാല നന്നായിട്ട് തിളച്ചു. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ സൈഡിലോട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ മീൻ വെട്ടിയെടുത്തപ്പോൾ 2 കിലോ മീൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കണ്ടോ? നമ്മൾ 1 കിലോ മീൻകറി ഏട്ട വെക്കണേ. അതിനുള്ള മസാലകളാണ് ഉണ്ടാക്കിയത്. ഞാനത് ആദ്യമേ പറയാൻ മറന്നുപോയി. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. നമ്മുടെ മീൻകറികൾക്ക് പുളി അത്യാവശ്യത്തിന്. ഇതിപ്പോ 1 കിലോ മാത്രം വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മീൻചട്ടി ഭയങ്കര ചെറുതാണ്. നമുക്ക് വേറെ മീൻചട്ടി ഇല്ല, അതുകൊണ്ടാണേ. നിങ്ങൾ ഇതിന്റെ കളറൊക്കെ നോക്കിയേ. കാണുമ്പോ തന്നെ എനിക്കാണെങ്കിൽ ഇന്ന് തന്നെ കപ്പ പുഴുങ്ങി ഇത് കഴിക്കാനാ തോന്നണേ. പക്ഷെ നമുക്ക് കപ്പയില്ല, അതുകൊണ്ട് മീൻകറി ഉപ്പും പുളിയൊക്കെ നാളത്തേക്ക് പിടിച്ചു കിട്ടും. അപ്പൊ നമ്മൾ നാളെ കപ്പ പുഴുങ്ങാം. ഇപ്പൊ കറക്റ്റ് 1 കിലോ മീൻ ഈ ചട്ടിക്കകത്ത് കൊണ്ടു. നിങ്ങൾക്കിത് നന്നായിട്ട് കാണാൻ പറ്റണ്ടല്ലോ. ഇതിന്റെ കളറ് മുകളിൽ നന്നായിട്ട് ചുമന്ന് തെളിഞ്ഞു കിടപ്പുണ്ട്. പുളി ആവശ്യത്തിനുണ്ട്. ഞാൻ ഇടയ്ക്ക് വെള്ളമൊന്നും തൊട്ട് നോക്കിയായിരുന്നു. നമ്മൾ മീനെല്ലാം ഇട്ട് ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇത് വേവാൻ വേണ്ടി മൂടി വെക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ ഞാൻ ഒരു മീഡിയം തീയിൽ വെച്ചിട്ടുണ്ടേ. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കുവോ ചുറ്റിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യാം. അമ്മച്ചിമാര് പറയും മീൻകറി ഇളക്കാൻ പാടില്ല, നമ്മള് ഇങ്ങനെ ചുറ്റിച്ചു വെക്കണം കേട്ടോ. അതുകൊണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടായിരിക്കും ഇളക്കരുതെന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിവേ ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. നമ്മുടെ മീൻകറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് തുറന്നു നോക്കാം. എന്താണ് ലോഫിയാണ്. നല്ല ഉലുവയുടെയും പുളിയുടെയും മണമൊക്കെ വരുന്നുണ്ട്. കളർ കണ്ടോ? അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ തലക്കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ കളറൊക്കെ കണ്ടോ? നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൊതിയാവണില്ലേ? ഞങ്ങളുടെ മീൻകറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.